ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്നിവിടെ ഒരു ഫ്രൈഡേ ആണ് കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. ഇതിനൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആളെ പേര് എൻ്റെ അടുത്ത് മറന്നു പോയതാണ്. അപ്പോൾ തന്തൂരി ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം? ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ബിരിയാണി മസാല പൗഡർ വേണം കേട്ടോ. അത് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇത് റെഡിമെയ്ഡ് വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ കുറച്ച് മെയ്സ് ജാതിപത്രി അതാണ് എടുത്തത്. പിന്നെ ഒരു ജാതിക്ക ഒന്നാണ് ഫുൾ എടുത്തത് കേട്ടോ. അതൊന്ന് കഷ്ണം മുറിച്ചിട്ട് കൊടുത്തതാണ്. അതും ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് കറുത്ത ഏലക്കായ്. ഇത് നിർബന്ധമാണ് ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ബിരിയാണിയിലേക്ക് വരണമെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുക. പിന്നെ വേണ്ടത് ഒരു സ്റ്റാർ അനീസ് വേണം കേട്ടോ. ഒറ്റ ഒന്ന് മതിയെ, ഒന്നിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് പട്ട, ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ട ഒന്ന് മുറിച്ചിട്ട് ഇതിലിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 8-10 പച്ച ഏലക്കായും കൂടി വേണം. പിന്നെ കുറച്ച് ഗ്രാമ്പു, അതും ഒരു 8-10 വേണ്ടി വരും. അതും ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് നല്ല ജീരകം, ചെറിയ ജീരകം, അത് ഒരു ടേബിൾ സ്പൂണാണ് എടുത്തത് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് ഉലുവ. ഉലുവൻ്റെ അളവ് കൂടി പോകാൻ പാടില്ല, ഒരു 1/4 ടീസ്പൂണേ ഇടാൻ പാടുള്ളൂ കേട്ടോ. അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത്രയും സാധനങ്ങൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ഇതങ്ങനെ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുന്നവരെ കളറ് മാറാണ്ട് ഒന്ന് വറുത്തെടുക്കുക. ഇനി ഇത് നന്നായിട്ട് വറുത്തതിൻ്റെ ശേഷം ഇതൊന്ന് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. നമുക്ക് പൊടിക്കാനുള്ളതാണ്. അപ്പോൾ തീ ഓഫ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതൊന്ന് തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പൊടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ 2-3 സാധനങ്ങൾ കൂടെ ചേർക്കാനുണ്ട്. ഇത് ജിഞ്ചർ പൗഡറാണ് കേട്ടോ. ജിഞ്ചർ പൗഡർ നണ്ട് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് വേണം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാനിടുന്നത്. മല്ലി ശരിക്കും നമ്മൾ വറക്കണ സമയത്ത് മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതാ ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ബിരിയാണി മസാലൻ്റെ പൊടി കേട്ടോ. അപ്പോൾ ഈ പൗഡർ അവിടെ മാറ്റി വെക്കുക. ഇതിപ്പോൾ ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി. ഇത് ഇന്ന് ഉണ്ടാക്കാനുള്ള അളവിന് കറക്റ്റായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ഒരു വലിയ പാത്രം എടുത്താണ്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്താണ്. പിന്നെ യോഗട്ടാണ് വേണ്ടത്, പുളിയില്ലാത്ത തൈര്. അതൊരു 2 ടേബിൾ സ്പൂൺ നിറച്ച് എടുത്താണ് കേട്ടോ. 2 ടേബിൾ സ്പൂണാണ് എടുത്തത്. പിന്നെ മുളക് പൊടിയാണ്, അത് ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്താണ്. പിന്നെ നമ്മളെ സ്പെഷ്യൽ മസാല പൗഡർ കേട്ടോ. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ നിറച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അളവ് പറയുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അത്രയും ഇട്ട് കൊടുത്താണ്. ബാക്കി അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ വേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 2-2.5 ടീസ്പൂൺ ഇട്ടോ. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അതിൽ എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ ഒരു തൈര് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 900 ഗ്രാമിൻ്റെ 2 ചിക്കനാണ് എടുത്തത് കേട്ടോ. 2 ഫുൾ ചിക്കനാണ്, ചെറിയ സൈസുള്ള. അപ്പോൾ ഒരു 1,800 ഉണ്ടാവും മൊത്തത്തിൽ വെയിറ്റ് വരുന്നേരം. എന്നിട്ട് 2 പീസ് ഞാൻ വലുതാക്കി മുറിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഒരു ബിരിയാണി കട്ടിൻ്റെ ആ ഒരു സൈസിലാണ് മുറിച്ചെടുത്തത്. ഇനിയിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ഒരു തന്തൂറിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി വരണം, ഒരു സ്മോക്കി ഫ്ലേവർ വരണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ പാത്രം ഇറക്കി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കത്തിച്ച 3-4 ചാർക്കോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കത്തിച്ചതാണ്. ഇനി അതിലേക്ക് ഒരു 3-4 ഡ്രോപ്സ് എണ്ണ ഇതിലേക്ക് ഒന്ന് ഉറ്റിച്ച് കൊടുക്കുക. അപ്പോൾ അത് ആ ഒരു സ്മോക്കായിട്ട് വരും. എന്നിട്ട് അത് കവർ ചെയ്ത് വെക്കുക കേട്ടോ. ആ ഒരു സ്മോക്ക് പുറത്തേക്ക് പോകരുത്. നല്ല അടച്ചുറപ്പുള്ള മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഈ ഹോളൊക്കെ ഉള്ളത് ഞാൻ ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു വെയിറ്റ് ഐറ്റം വെച്ച് കൊടുത്തിട്ട് 1 മണിക്കൂർ നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ വേറെ വലിയൊരു ബിരിയാണി ഉണ്ടാക്കാനുള്ള ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ വേണം കേട്ടോ. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് ഓയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 5 വലിയ സൈസുള്ള ഉള്ളിയാണ് ഞാനിവിടെ അരിഞ്ഞ് വെച്ചത്. നീളത്തിൽ അരിഞ്ഞിട്ട് എടുക്കണേ. എന്നിട്ട് അത് ഈ ഒരു എണ്ണയിൽ നന്നായിട്ട് ഇതിനൊന്ന് ഗോൾഡൻ കളറിലാകണ വരെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളി ബ്രൗൺ കളറായിട്ട് നമ്മൾ വറുത്ത് കോരൂല, അതുപോലെ ഈ ഉള്ളി മൊത്തം ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഇതിലൊരു ഉള്ളി പോലും ഞാൻ മാറ്റി വെക്കുന്നില്ല. കംപ്ലീറ്റ് ഇതേപോലെ ഒന്ന് ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കോരി മാറ്റുക, കരിഞ്ഞു പോകരുതേ. ഇപ്പോൾ ഫുള്ളായിട്ട് ഞാൻ പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 പാത്രത്തിലാക്കി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇത് ചോറിനുള്ളതാണ് കുറച്ച് കേട്ടോ. ചോറിന് കുറച്ച് മാറ്റിയിട്ട് ബാക്കി മസാലക്ക് ഒരേ പൊരിച്ച സാധനം തന്നെയാണ് 2 പാത്രത്തിലാക്കിയെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ആ ഒരു ഉള്ളി പൊരിച്ച എണ്ണല്ലേ, അത് നമുക്ക് വേണം കേട്ടോ. അത് നമുക്ക് ചോറിലേക്കും വേണം, മസാലയിലേക്കും വേണം.
ഇനിയിപ്പോൾ വേറൊരു പാത്രം ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ പൊരിക്കാൻ ഏതാണ് ഏറ്റവും നല്ല പാത്രം എന്നുള്ള ചട്ടി ഏതാണെന്ന് പറയുമെന്ന് വെച്ചിട്ട് 2-3 പ്രാവശ്യം ആ ഒരു കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല, നല്ല തന്നെ. പക്ഷേ കാസ്റ്റ് അയണും എടുക്കുക. കാസ്റ്റ് അയൺ എടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത് ഞാൻ പണ്ട് എൻ്റെ കാസ്റ്റ് അയണിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എണ്ണ തേച്ച് വെക്കണം, എന്നാലാണ് ഒട്ടിപ്പിടിക്കാണ്ട് എപ്പോഴും കിട്ടുള്ളൂ. പിന്നെ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് കാസ്റ്റ് അയണിൻ്റെ ചട്ടി ചൂടാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. എന്താണ് നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുന്ന സമയത്ത്. അങ്ങനെ ആകുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഉള്ളി പൊരിച്ച എണ്ണയിൽ നിന്ന് കുറച്ച് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു സ്മോക്കിയൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ചിക്കനാണിത്. ഇതിലിപ്പോൾ ഫുള്ളായിട്ട് ആ ഒരു സ്മോക്കി ഫ്ലേവറാണ് ഉണ്ടാവുക കേട്ടോ. നല്ലൊരു ഫ്ലേവർ ഇതിലേക്ക് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഓരോ പീസായിട്ട് ഈ ഒരു എണ്ണയിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊരിച്ച് എടുക്കാം. ഇതിലിപ്പോൾ ഒരു ഉള്ളി പൊരിച്ചതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു എണ്ണയിൽ. ഇനിയിപ്പോൾ ഒരു മീഡിയം തീയിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമും ആക്കരുത്, അതുപോലെ തന്നെ ലോ ഫ്ലെയിമും ആക്കരുത്. ഒരു മീഡിയം തീയിലാണ് ഇത് നമുക്ക് പൊരിച്ചെടുക്കേണ്ടത്. ഒരു 5-6 മിനിറ്റ് ഒരു ഭാഗം ഇട്ടിട്ടൊന്ന് വേവിക്കുക, എന്നിട്ട് അത് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ തിരിച്ചിട്ടും ഒരു 5-6 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോഴാണ് ആ ഒരു ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോവാണ്ട് നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടി പറ്റുക. ഇപ്പോൾ 2 ഭാഗവും ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ അത് കംപ്ലീറ്റ് എല്ലാ ചിക്കനും ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ബിരിയാണിൻ്റെ ആ ഒരു മസാല ഉണ്ടാക്കണം. ഇനിയിപ്പോൾ ആ സെയിം ചെമ്പന്നെ അതിലേക്ക് ഞാൻ ഉള്ളി പൊരിച്ചതിനുള്ള ബാക്കി എണ്ണയില്ല, പകുതി നമ്മൾ കോഴി പൊരിക്കുന്ന സമയത്ത് എടുത്ത് ബാക്കിയത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ചിക്കൻ പൊരിച്ച എണ്ണയിൽ നിന്ന് ഊറ്റിയെടുത്തതാണിത്. അതിൽ നിന്നും കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടെ, ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കണത്. അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറണം. അതിന് ശേഷം ഇതിലേക്ക് 2-3 പച്ചമുളക്, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് 5-6 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു വലിയ സൈസുള്ള 5 തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്, വലിയ സൈസുള്ള ആ തക്കാളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് ഉടയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. ചിലർ അരച്ച് ചേർക്കണ കാണലുണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി ഒന്ന് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളാണ്. 1 ടേബിൾ സ്പൂണാണ് ഞാൻ മുളക് പൊടി ചേർക്കുന്നത്. പിന്നെ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളെ സ്പെഷ്യൽ മസാല പൗഡർ, തന്തൂരി മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. അത് 2 ടീസ്പൂൺ നിറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പൊടികളെ പച്ചമണം ഒന്ന് മാറിക്കോട്ടെ. നന്നായിട്ട് ഇതിനൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ചേർക്കുന്നവരും ചേർക്കാത്തവരും ഉണ്ട്. എനിക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർക്കലുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താണ്. എന്നിട്ട് അതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് അടിച്ച് വെച്ചിട്ടുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് മീൻസ് യോഗട്ടാണ് കേട്ടോ, നമ്മൾ പുളിയുള്ള തൈരല്ല. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, പിരിഞ്ഞു പോകാണ്ടിരിക്കണമെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് അതിങ്ങനെ തരിതരിയായിട്ട് ഇങ്ങനെ ഒരു പിരിഞ്ഞ പോലെ ആയി പോകും. ഇങ്ങനെ മിക്സിയിൽ അടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയില്ലേ, അത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ തിരുമ്മി ഉടച്ചെടുക്കുക. നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉടയ്ക്കാണ്ട് നമ്മൾ ഡയറക്റ്റ് ചേർക്കുന്ന സമയത്ത് ആ ഉള്ളി ഇങ്ങനെ ഒരു നീളത്തിൽ ഇങ്ങനെ ഒരു ഇതായിട്ട് കാണും. ഈ ഒരു ബിരിയാണിൻ്റെ ഇതെന്ന് പറയുന്നത് നമ്മൾ മസാല വേറെ, അതുപോലെ തന്നെ ചോറ് വേറെ ഒന്നല്ല, ഒന്നിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടുള്ള മസാല ആവണമെങ്കിൽ ഇതൊന്നും ഉടച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഉള്ളിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഉപ്പ് ചേർക്കരുതേ, ലാസ്റ്റേ ചേർത്ത് കൊടുക്കാവൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കനാണ് ഇനി ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച ചിക്കനാണ്. അപ്പോൾ ആ ചിക്കനിൽ കിടന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് ഒരു മിനിറ്റ് നേരം ഒന്ന് തിളച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു മസാല ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് എത്രയാണോ ഉപ്പ് വേണ്ടിയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഈ ചിക്കനിലുള്ള ഉപ്പ് മസാലയിലേക്ക് ഇറങ്ങും. ഒരുപാട് മസാല ഗ്രേവി ഇതില്ല. അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിന് കുറച്ചൊരു വേവുണ്ട്, ശേഷം കൂടെ ഒന്ന് വേവിക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം വേണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട്. നോക്കിയപ്പോൾ എനിക്കിനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പിൻ്റെ ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും നോക്കുക, ഇങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു മിനിറ്റോളം ഇങ്ങനെ തിളപ്പിച്ചതിന് ശേഷം മസാല ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് എത്രയാണോ ഉപ്പിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് അധികമായി പോകും. കാരണം ചിക്കനിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് പൊരിച്ചെടുത്തതാണ്. അപ്പോൾ അത് ആ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് മസാല ബാക്കിയുള്ളത് അവിടെ വെച്ചാൽ എന്തിനാണെന്ന് വെച്ചാൽ അത് ചോറിലേക്കുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് കവർ ചെയ്ത് വെച്ചിട്ട് ഒരു 6 അല്ലെങ്കിൽ ഒരു 8 മിനിറ്റോളം ചെറിയ സിമ്മിൽ ഒന്ന് വേവിക്കുക. ഇപ്പോൾ അത് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്നെ തീയൊക്കെ ഓഫ് ചെയ്ത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും പിന്നെ ഒരു 1/4 കപ്പ് പുതിനയും കൂടെ ഇടുന്നുണ്ട്. രണ്ടൊന്നും ഞാൻ 1 ടേബിൾ സ്പൂണോളം മാറ്റി വെച്ചിന് എന്ന് ചോറിലേക്ക് വേണ്ടിയിട്ട് കേട്ടോ. ബാക്കി ഫുള്ള് ഞാൻ മസാലയിലേക്ക് ഇട്ടിട്ടുണ്ട്.
എന്നിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിച്ചപ്പും പുതിനയും ലാസ്റ്റ് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെക്കുക. ഇനിയിപ്പോൾ ചോറ് വേവിക്കണം. ചോറിന് വേണ്ടി കുറച്ചധികം വെള്ളം നമ്മളൊരു ചെമ്പിൽ തിളപ്പിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. അത് വേവിച്ച് ഊറ്റുന്ന ഒരു റൈസാണ്. അപ്പോൾ ഞാൻ എടുത്ത റൈസ് എന്ന് പറയുന്നത് ഈ ഒരു തന്തൂരി നോർത്ത് ഇന്ത്യൻ ബിരിയാണി എന്ന് പറയുന്നത്, തന്തൂരി ആയാലും പഞ്ചാബി ആയാലും എങ്ങനെ ആയാലും ആ ഒരു ഭാഗത്തേക്കുള്ള ബിരിയാണി ഉണ്ടാക്കുക ഈ ഒരു ലോങ് ഗ്രെയിൻ റൈസ് വെച്ചിട്ടാണ് കേട്ടോ, നീളമുള്ള വൈറ്റ് ബസ്മതി റൈസ്. അപ്പോൾ അതാണ് വേണ്ടിയത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൽ ജീരകമുണ്ട്, അതുപോലെ തന്നെ കറുത്ത ഏലക്കായി, അതുപോലെ തന്നെ സ്റ്റാർ അനീസ്, പട്ട, ഗ്രാമ്പൂ, ഏലക്കായി, ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് കേട്ടോ. ഈ ഒരു ജീരകം എന്ന് പറയുന്നത് ഞാൻ നല്ല ജീരകമല്ല ചേർത്തത്, ഷാഹി ജീരാണ് കേട്ടോ. പിന്നെ വേണ്ടിയതാ അങ്ങനത്തെ ലെമൺ കുരു കളഞ്ഞിട്ട് ഒന്ന് ഞാൻ ഫുള്ള് വട്ടത്തിൽ അരിഞ്ഞു വെച്ചതാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. ഉപ്പ് നിങ്ങൾ എത്രയാണോ വെള്ളം വെക്കണത് അതിനനുസരിച്ച് വേണം, അതുകൊണ്ടാണ് ഞാൻ അളവ് പറയാത്തത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ നല്ലോണം അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വെള്ളം ഒന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ അരമണിക്കൂർ മുമ്പേ കഴുകിയിട്ട് സോക്ക് ചെയ്തതാണ് ആ ഒരു റൈസ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനിയിപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ കൈമ റൈസ് എടുക്കരുത് കേട്ടോ, ജീരകശാല റൈസ്, അതൊന്നും ഈ ഒരു ബിരിയാണിക്ക് സൂട്ടല്ല. ഇത് ഈ ഒരു അരി വെച്ച് മാത്രമാണ് നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അരി കേട്ടോ. ഫ്രൈഡ് റൈസും അതുപോലെ തന്നെയാണ്, നമ്മൾ ആ ഒരു കൈമ വെച്ചിട്ട് ഒരിക്കലും ചെയ്യൂല. ഇനിയിപ്പോൾ അത് നന്നായിട്ട് തിളക്കട്ടെ. ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടച്ച് വെക്കാണ്ട് തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. ഒരു 95% അത് വേവാൻ പാടുള്ളൂ, ഒരുപാട് ഇട്ടങ്ങ് വേവിക്കരുത് കേട്ടോ. നമ്മൾ കുറച്ച് ദമ്മിൽ നമ്മൾ വേവിക്കണം. അതുപോലെ തന്നെ അരികൾ ഇങ്ങനെ വേറെ വേറെ അരിയല്ല, ചോറായിട്ട് തന്നെ വേറെ വേറെ നിൽക്കണം. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോയാൽ ഇതങ്ങ് കൈമ അരി പോലല്ല, അത് വെന്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങ് ഒട്ടിയ പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, ഒരു 95% ഇത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. 75 പോരാ, 95% കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, കുറച്ചും കൂടെ ആയാൽ മതിയേ. ഒരു 2-3 മിനിറ്റ് നേരം കൂടെ ഒന്ന് തിളച്ചോട്ടെ. ഇതിൽ വെള്ളം കുറവായതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് റൈസ് പാകത്തിൽ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് ഇതിനെ ഊറ്റിയിട്ട് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇടുന്ന സമയത്ത് നമ്മൾ ആ ഒരു അരിഞ്ഞിട്ടിട്ടുള്ള ലെമൺ ഇല്ല, അത് വേണമെങ്കിൽ ഒഴിവാക്കി കൊടുക്കുക കേട്ടോ. ഇതിലിട്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഞാനത് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഒരു 3/4 ഭാഗത്തോളം റൈസ് ആദ്യം തന്നെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കുടഞ്ഞ് ഇട്ട് കൊടുക്കണം കേട്ടോ, കാരണം വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തതല്ലേ. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ചോറിലേക്ക് മാറ്റി വെച്ച ഫ്രൈ ചെയ്ത ഉള്ളി, അതുപോലെ തന്നെ മസാലപ്പൊടി നമ്മൾ കുറച്ച് മാറ്റി വെച്ചില്ല, അത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചധികം മല്ലിച്ചപ്പും പുതിനയും. പിന്നെ അത് എന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ പാലിൽ ഞാൻ കുറച്ച് സാഫ്രോൺ പൊതിർത്തി വെച്ചതാണ് കേട്ടോ. ഒരു അരമണിക്കൂർ മുന്നേ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. പിന്നെ ഇങ്ങനത്തെ സാഫ്രോൺ ചേർത്തിട്ടുള്ള റെസിപ്പി കാണിക്കുമ്പോൾ എപ്പോഴും ചോദിക്കലുണ്ട് സാഫ്രോൺ ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള. സാഫ്രോൺ ഇല്ലാണ്ട് ഉണ്ടാക്കാനൊക്കെ പറ്റും, പക്ഷേ ആ ഒരു ഫ്ലേവർ വരില്ല, അത്രേ ഉള്ളൂ. അത് ചേർത്താൽ അതിൻ്റെ ഫ്ലേവർ വരും, ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്ലേവർ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അതാ ബാക്കിയുള്ള ചോറും അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് ഇതേ പ്രൊസീജിയർ തന്നെ കേട്ടോ. ബാക്കിയുള്ള ഗരം മസാല, അതുപോലെ തന്നെ പാല്, സാഫ്രോൺ, അതുപോലെ തന്നെ മല്ലി, പുതിന, ഉള്ളി, ഇത്രയും സാധനങ്ങൾ നമ്മൾ മാറ്റി പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് നെയ്യാണ് കേട്ടോ. നല്ല നെയ്യ് നമ്മൾ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5-6 ടേബിൾ സ്പൂണൊക്കെ നിറച്ച് നമ്മൾ ഈ ഒരു നെയ്യ് ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കുക. കാരണം റൈസ് നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുത്തതാണല്ലോ. ഇനിയിപ്പോൾ അതാ ഇതിനൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കണം. നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു പാത്രത്തിൽ നന്നായിട്ട് കത്തിച്ച ചാർക്കോൾ വെച്ചിട്ട് കുറച്ച് നെയ്യ് അതിൻ്റെ മേലെ ഒറ്റിച്ച് കൊടുത്താണ്. ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ദം ചെയ്തെടുക്കുക. ചെറിയ സിമ്മിലായിരിക്കണേ. ഇപ്പോൾ അതാ 10 മിനിറ്റിന് ശേഷം ഞാൻ പാത്രം തുറന്ന് ആ ഒരു സ്മോക്കൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ദാ മാഷാഅല്ലാ അടിപൊളിയായിട്ടുള്ള നമ്മൾ ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള തന്തൂരി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ ബിരിയാണി പോലെയല്ല, മസാലയും ചിക്കനൊന്നും അല്ല, മസാലയും ചോറും ഒന്നും വേറെ വേറെ ആയിട്ടല്ല കേട്ടോ ഇത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ അടിയിലുള്ള ആ ഒരു മസാലയോട് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നിങ്ങൾക്ക് നടുഭാഗത്ത് മസാല വെച്ചിട്ട് അടിയിലും മേലെയും ചോറിട്ടിട്ട് വേറെ ചെമ്പിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. ഞാൻ പിന്നെ ഒരുപാട് ചെമ്പ് എടുക്കണ്ടെന്ന് വെച്ചിട്ട് സെയിം ചെമ്പിൽ തന്നെ മസാലേൻ്റെ മേലെ ഇട്ട് കൊടുത്തതാണ്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു 2 പീസ് ചിക്കൻ ഞാനിങ്ങനെ വലുതാക്കി മുറിച്ചതാണ് കേട്ടോ. ലാസ്റ്റ് ഒന്ന് ഗാർണിഷിങ്ങിന് വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ അത് എന്തൊക്കെ വെച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യണോ അതൊക്കെ ചെയ്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കാം കേട്ടോ. നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ ബിരിയാണി എൻ്റെതായ വേർഷനിലുള്ള ബിരിയാണിയാണ്. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായം ഒന്നും പറയാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ ഒരു ബിരിയാണി ചോദിച്ചിട്ടുള്ള ആളെ പേര് സോറി എന്നോട് വിട്ടുപോയതാണ്. അവരിത് കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാണ്ട് പോകരുത്. ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോൻ്റെ റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.